ഇന്നലെയും ടീച്ചർ ആള് കുറവായിരുന്നു. ഇന്നലെ 6ഉം 7ഉം കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല, കയറുന്ന നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം ക്ലാസ്സിൽ കേട്ടോ. കയറാനും ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണാനും ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം ക്ലാസ്സിൽ. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി എപ്പോഴും ചെയ്യുമ്പോൾ അവർ പിന്നെ കയറാതായെന്ന് വിചാരിച്ച് നമ്മൾ ബ്രീഫ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി എപ്പോഴും കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ എനിക്ക് കയറിയിട്ടെങ്കിലും കുഴപ്പമില്ല. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ എപ്പോഴും നല്ലതാണ് നമ്മളുടെ ഗ്രോത്തിന്. അല്ലാതെ കാരണം ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ, റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ഇരുന്ന് ക്ലാസ് കാണുന്ന അതേ ഫീലോട് കൂടി കാണണം. മീൻസ് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം അവിടെ ഇരുന്ന്. ആ രീതിയിൽ വേണം ഓൺലൈൻ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് കാണാൻ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും പ്രെയർ ചെയ്യാൻ റെഡിയാണോ? പ്രയർ മാം ചൊല്ലട്ടെ മാം? യെസ് പ്ലീസ്. Make me a servant, humble and meek. Lord, let me lift up those who are weak, and make the prayer of my heart always be. Make me a servant, make me a servant today. Even though you were in the form of God, you took the form of a slave, and you touched me mouth and appointed me, so God excited your name. Make me a servant, humble and meek. Lord, let me lift up those who are weak, and make the prayer of my heart always be. Make me a servant, make me a servant, make me a servant today. Thank you, teacher. വെരി നൈസ്. കുറച്ച് പേരെയുള്ളെങ്കിലും നിങ്ങളെ ക്ലാസ്സിന്റെ വൈബ് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? Yes, please. A short story. The Fox and the Crow. Once upon a time, there was a crow. He had a piece of meat. A hungry fox came there. His mouth watered when he saw the piece of meat. He thought a plan to get it. He praised the voice of crow. The fox said him, singing a song. When the crow opened his mouth to sing, the piece of meat fell down. The fox ate it, went away. Moral of the story: beware of flatter. ഓക്കെ, സബിത എന്തോ പറയാമെന്നോ? യെസ്, കേൾക്കുന്നില്ലല്ലോ, പറയുന്നുണ്ടോ? തോട്ട് പറയാൻ, സൈനിൻ പറയാൻ വന്നതായിരുന്നു. എന്താണ് പറയാൻ മനസ്സുദ്ദേശിച്ചത്? പറഞ്ഞോളൂ. നെവർ സ്റ്റോപ്പ് ലേണിംഗ് ബിക്കോസ് ലൈഫ് നെവർ സ്റ്റോപ്പ് ടീച്ചിങ്. താങ്ക് യു. ഓക്കെ ഫൈൻ. സോ ഈ വീക്കില് എന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും അല്ലെ നിങ്ങളുടെ? ഇനി ഇപ്പൊ വെക്കേഷൻ മീൻസ് അവധി വരുവാണല്ലോ. വെക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അവധി കുറച്ച് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എവിടെ വരെയായിരുന്നു ക്ലാസ്? ടീച്ചർ ആ പേജ് നമ്പർ എന്ത് പറയൂ? ടീച്ചർ മറന്നുപോയി. ഞാനായിരുന്നു 89. ഏത് ടോപ്പിക് ആയിരുന്നു? എനിക്കൊന്ന് ഡെവലപ്മെന്റ്. ഓക്കെ, സോ നമ്മൾ പാർട്ട് 3 ആയി. നിങ്ങളുടെ 17 നിങ്ങളുടെ ടേം എക്സാമിനേഷൻ കഴിഞ്ഞല്ലോ അല്ലെ? ടൈം 1 എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലായല്ലോ? മെയിൻ എക്സാമിന് ഇതേ പാറ്റേൺ ആയിരിക്കും, ഇതേ രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ ഗൂഗിൾ മീറ്റിൽ കയറുക, ആ ടൈമിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. റിസൾട്ട് വന്നു തോന്നുന്നു. വന്നു ടീച്ചർ, വന്നു. ടീച്ചർ പേജ് നമ്പർ 89 കംപ്ലീറ്റ് ചെയ്ത് 90 ലോ ഓഫ് വർക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഷെയർ ചെയ്യട്ടെ.
1ഉം 2ഉം എടുത്തോണ്ടിരിക്കുവാണോ അത് 1ൽ തന്നെ നിൽക്കുവാണോ? ക്ലിയർ ആയോ? 1 ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ആണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതോ ഈ മുകളിലുള്ള ആ ഒരു കുറച്ച് പോയിന്റ്സ് ആണോ? ടീച്ചർ, ആ ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുന്ന ചൈൽഡ് അത് പറഞ്ഞില്ല ടീച്ചർ, അത് പറഞ്ഞിട്ടില്ല. അത് പിന്നെ പറയാമെന്ന് ടീച്ചർ പറഞ്ഞു. എന്തോ? അത് പിന്നീട് ക്ലാസ്സിൽ പറയാമെന്നാ പറഞ്ഞ ടീച്ചർ. ചാർട്ട്. ഓക്കെ, അപ്പൊ നമ്മള് കുട്ടികളുടെ, അതായത് ഹ്യൂമൻ ബീയിങ്ങിലെ ബേബീസിന്റെ ഇൻകേപ്പബിലിറ്റി ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. അനിമൽ ബേബീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അറ്റ് ബർത്ത്. പക്ഷെ കുറെ കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഇൻബോൺ പവേഴ്സ് ഉണ്ട്. പക്ഷെ ഒന്നും, അതായത് നടക്കാനോ സംസാരിക്കാനോ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റില്ല. അവർ വളരെയധികം ഡിപ്പെൻഡന്റ് ആണ്, ഫുള്ളി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അവർക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് തല പോലും ഒന്ന് ഉയർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി എങ്ങനെ നാച്ചുറലി ഡെവലപ്പ് ചെയ്യുന്നു, ആ നാച്ചുറൽ ഡെവലപ്മെന്റിന് നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, കുട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള ഇന്റേണൽ ടൂൾസ്, ഉള്ളിൽ തന്നെയുള്ള ചില കഴിവുകളുണ്ട്, അത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ നാച്ചുറൽ ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നതെന്നും ഈ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിനെ മറിയ മോണ്ടിസോറി പല സ്റ്റെപ്സ് ആയിട്ട്, പല ലോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ ഏരിയയിലുമുള്ള ഡെവലപ്മെന്റിനെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. ഓക്കെ, അതില് ആ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഏതൊക്കെ രീതിയിൽ ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോ ഓഫ് വർക്ക്. നമ്മൾ ലോ ഓഫ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് അവർ കളിക്കുവാണ്, പക്ഷെ ത്രൂ ദ പ്ലേ അവർ വർക്കിംഗ് ആണ്. ആ ആക്ടിവിറ്റീസിലൂടെ അവർ പല കാര്യങ്ങളും ലേൺ ചെയ്യുവാണ്. ത്രൂ പ്ലേ ദേ ആർ വർക്കിംഗ്. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു. അവരെ ഇൻഡിപെൻഡന്റ് ആക്കണമെങ്കിൽ നമ്മൾ പിടിച്ചു വെക്കരുത്, അവർക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. ബട്ട് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരിക്കണം. അതായത് ഒരു കുട്ടിക്ക് എന്തൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യാനായിട്ട് അവനെ പെർമിറ്റ് ചെയ്യണം. മേ ബി അത് ചെയ്യാൻ അവൻ കുറച്ച് അധികം സമയം എടുക്കുമായിരിക്കും, പക്ഷെ ലക്ഷ്യം അവരത് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ തടസ്സപ്പെടുത്തരുത്. അവിടെയാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ് വരുന്നത്. ദെൻ പവർ ഓഫ് അറ്റൻഷൻ, അവരുടെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കും. ചില സമയത്ത് നമ്മൾ പറയില്ലേ, അനക്കം കേൾക്കുന്നില്ലല്ലോ, എന്തോ കുരുത്തക്കേട് ചെയ്യുവാൻ തോന്നുന്നു നമ്മൾ പറയും അല്ലെ. ചെന്ന് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അത് അവരുടെ ഒരു കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ ആണ്. നെക്സ്റ്റ്, ഇതിലൂടെ അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നു. കാരണം ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടോയ് വെച്ചിട്ട് അവരൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ് ആണെങ്കിൽ അവർ ശ്രദ്ധയോടുകൂടി അറ്റൻഷനോടുകൂടി ചെയ്യുമ്പോൾ അവർ പിന്നെ ആ ടോയ് ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അവരുടെ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിലേക്കുള്ള ജേർണിയിലാണ് അവരുടെ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ കുട്ടിയും യുണീക്ക് ആണ്, വ്യത്യസ്തരാണ്. അപ്പൊ ഓരോ കുട്ടിയും അവരുടെ ഇന്റലിജൻസിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇന്റലിജൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ആ ഒരു ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ കുട്ടിയുടെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്, ഇതെല്ലാം ബേസ് ഫാമിലി തന്നെയാണ് പ്രൈം ഫാക്ടർ. കാരണം കുട്ടി ജനിച്ച ഉടനെ കുറെ വർഷങ്ങളോളം ഫാമിലിയിൽ തന്നെയാണ്, പിന്നെയാണ് സ്കൂളിലേക്കൊക്കെ പോകുന്നത്. ഫാമിലി തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഫാമിലിയിൽ നിന്നാണ് എങ്ങനെ ഇമോഷൻ റെഗുലേഷൻ, ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതെല്ലാം കുഞ്ഞ് പഠിക്കുന്നത്. പിന്നെ സ്പിരിച്വൽ ലൈഫ്, അതായത് ഒരു വീട്ടിൽ അവർ ഫോളോ ചെയ്യുന്ന കുറെ ട്രഡീഷൻസ്, ബിലീഫ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. കുട്ടി ഇത് കണ്ടാണ് വളരുന്നത്. അപ്പൊ അതിൽ നിന്നും കുട്ടിക്ക് വാല്യൂസ് കിട്ടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ലൈഫ്. ദെൻ സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത്, കുട്ടിയുടെ ഗ്രോത്തിന്റെ സ്റ്റേജസ്. ഈ സ്റ്റേജസിനെ മറിയ മോണ്ടിസോറി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് അത് വരും. ആ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത സ്റ്റേജസിനെ ഡോക്ടർ മോണ്ടിസോറി വീണ്ടും ഓരോ സ്റ്റേജിനെയും 2 പീരീഡ് വീതമായിട്ട് 4 പീരീഡ് ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഈ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന നെസസറി കണ്ടീഷൻസ് ആണ് കുട്ടി വളരുന്ന സാഹചര്യം, സറൗണ്ടിങ്സ്, എൻവിയോൺമെന്റ്. 3 വയസ്സ് വരെയും കുട്ടി ജീവിക്കുന്നത് ഫാമിലിയിലാണ്, ഹോം. ആ ഒരു എൻവിയോൺമെന്റ് അത്ര നല്ലൊരു എൻവിയോൺമെന്റ് ആയിരിക്കണം. നമുക്കറിയാം കുട്ടിയുടെ വളർച്ചയെ, അതുപോലെ അതായത് ശാരീരികവും മാനസികവുമായ വളർച്ചയെ ബാധിക്കുന്ന 2 ഫാക്ടേഴ്സ് ആണ് ജനറ്റിക്, അതായത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സും
അത് പാരമ്പര്യമായിട്ടുള്ളതും അതുപോലെ തന്നെ വളരുന്ന സാഹചര്യം, സറൗണ്ടിങ്സ്. ഹെറിഡിറ്ററി ഫാക്ടറിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുട്ടി വളരുന്ന സാഹചര്യം മെച്ചപ്പെടുത്തിയാൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന കുറവുകളെ, ആ ഒരു അതിന്റെ പ്രശ്നങ്ങളെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, എഫക്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. നല്ലൊരു അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു കുട്ടിയെ നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ചുറ്റുപാടും അങ്ങനെയുള്ള പല എക്സ്പീരിയൻസും നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവും. നല്ല ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടി നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ ആ കുട്ടിക്ക് അത് അതിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും, ഇല്ലാണ്ടാക്കാൻ പറ്റും പറയാൻ പറ്റില്ല, കാരണം ജനിതകമായിട്ടുള്ളതാണ്. ഇനി അതുപോലെ തന്നെ കുട്ടിക്ക് കൊടുക്കുന്ന ഫ്രീഡം, ആ ഒരു ഫ്രീഡമാണ് കുട്ടിയെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കുട്ടിയെ പിടിച്ചു വെച്ച് വളർത്തുന്ന, പുറത്തിറങ്ങാൻ അനുവദിക്കാതെ, ഒരു കാര്യവും തന്നെ ചെയ്യാൻ സമ്മതിക്കാതെ അങ്ങനെ വീടിനകത്ത് അടച്ചുപൂട്ടി വളർത്തുന്ന കുട്ടികൾ ഒരിക്കലും അവരുടെ ഡെവലപ്മെന്റ് പ്രോഗ്രസീവ് ആയിട്ട് പോകില്ല. പലപ്പോഴും അവർക്ക് എല്ലാ ഏരിയയിലും ഡെവലപ്മെന്റിൽ ഇഷ്യൂ ഉണ്ടാവും. ലാംഗ്വേജ് ശരിയാവണമെന്നില്ല, മൂവ്മെന്റ് ശരിയാവണമെന്നില്ല, ആളുകളെ കണ്ടു കഴിഞ്ഞ് പേടിക്കും, ആ ഒരു ആൻസൈറ്റി ഉണ്ടാവും. അതൊക്കെ വലുതായാലും അവരിൽ ഉണ്ടാവും. ഗ്രൂപ്പിൽ പോകാൻ അവർക്ക് മടിയായിരിക്കും. അങ്ങനെ ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാത്തതിന്റെ ആ സോഷ്യൽ ഡെവലപ്മെന്റ് ശരിയാകില്ല. അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും. അവർ ചിലപ്പോ പെട്ടെന്ന് തന്നെ അവര് ദേഷ്യപ്പെടും, കരയും, അങ്ങനെയൊക്കെ പേടിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഫ്രീഡവും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഈ ഒരു ഡെവലപ്മെന്റ്. നെക്സ്റ്റ്, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന കുട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള ഇന്റേണൽ എയ്ഡ്സ് ആണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. അതായത് കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആണ് ടു ദ സറൗണ്ടിങ്സ്. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഇവർ വളരെ നല്ല പോലെ ശ്രദ്ധിക്കും. അവർ സെൻസിറ്റീവ് ആണ്. നമ്മൾ കുറച്ചങ്ങ് വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ ചുറ്റും നടക്കുന്നതിനെ പറ്റി നമുക്ക് വലിയ നമ്മൾ ശ്രദ്ധിക്കാതെ ബോധങ്ങൾ ചെയ്ത് വരുന്നത്. പക്ഷെ കുട്ടികൾ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ഒബ്സർവ് ചെയ്യും, നല്ലതുപോലെ ശ്രദ്ധിക്കും. കേൾക്കുന്ന ശബ്ദമാണെങ്കിലും കാണുന്ന കാഴ്ചകളാണെങ്കിലും എന്തെങ്കിലും തൊട്ട് നോക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണെങ്കിലും അങ്ങനെ എന്തും, അവർ കഴിച്ചു നോക്കുന്ന സാധനങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളും എന്തും അവർക്ക് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ ഈ ഒരു സെൻസിറ്റീവ് പീരീഡ് അവരുടെ ഡെവലപ്മെന്റ് അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അബ്സോർബൻ മൈൻഡ് ആണ്. അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തും അബ്സോർബ് ചെയ്യും. അത്രയ്ക്ക് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി അവരുടെ ബ്രെയിനിൽ ഉണ്ടാവും. അവർ അബ്സോർബ് ചെയ്യും. 3 years വരെയും അവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അവരുടെ അൺകോൺഷ്യസ് മെമ്മറി ആയിട്ടാണ് ഇരിക്കുന്നത്. ആ 3 years വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർഡ് ആയിരിക്കും, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആകുന്നു, ബോധവാന്മാരാകുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോ 3 years ശേഷമുള്ള നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ഷാർപ്പായിരിക്കും. ഈ സമയത്താണ് കുട്ടി ലേണിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ, പഠിക്കാൻ തുടങ്ങുന്നത്, സ്കൂളിലേക്ക് പോകുന്നതും അതർ ആക്ടിവിറ്റീസ് ഒക്കെ പഠിക്കുന്നതും ഈ ഒരു ഏജ് ആവുമ്പോഴാണ്. ആ ഒരു ടൈമിൽ, ആ ഒരു 3 years തുടങ്ങിയുള്ള സമയത്ത് കുട്ടിയുടെ എല്ലാ മേഖലകളിലും, എല്ലാ ഡെവലപ്മെന്റ് ഏരിയയിലും നല്ലൊരു ഫൗണ്ടേഷൻ നമുക്ക് ഇടാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടി അഡൾട്ട് ആകുമ്പോൾ നല്ല പോലെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറും. പേഴ്സണാലിറ്റി നല്ല രീതിയിൽ ഡെവലപ്പ് ആവുകയും ചെയ്യും. ആ ഒരു സമയത്ത് ശ്രദ്ധിക്കാത്ത കുട്ടിയെ വലുതാവുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അവരൊക്കെ പറയുന്നതിലും കാര്യമുണ്ടല്ലേ, കതിരിന്മേൽ ചെന്ന് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന്. ആ റൂട്ടീന്ന് തുടങ്ങണം. റൂട്ടാണ് സ്ട്രോങ് ആക്കേണ്ടത്, റൂട്ടീൻ തുടങ്ങണം, അല്ലെ? അപ്പൊ അങ്ങനെ അപ്പം ഇത് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പലപ്പോഴും ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുന്നവരാണ്. നമ്മുടെ സ്വന്തം കുട്ടികളെ, നമ്മുടെ നൈബർഹുഡിലെ കുട്ടികളെ, നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ സ്കൂളിലുള്ള കുട്ടികളെ, അങ്ങനെ എല്ലാവരും കുട്ടികളുമായിട്ടാണ് നമ്മൾ എന്തായാലും നമ്മുടെ ലൈഫിന്റെ ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യണം, അല്ലെ? അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, മോൻ ഇപ്പോ CBSE 10th എക്സാം എഴുതിയിരിക്കുവാണ്. ഈ കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുമ്പോഴാണ്. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ കുട്ടികളെ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവനുമായിട്ട് സംസാരിച്ചപ്പോ, ഇവനെ ഒബ്സർവ് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, കുട്ടിക്ക് നല്ല രീതിയിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ 7th സ്റ്റാൻഡേർഡ് CBSE പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പോലും അറിയില്ല. അങ്ങനെ പിന്നെ കുട്ടിയുടെ പെരുമാറ്റത്തിലും ഓരോ എക്സ്പ്രഷനിലും ഒക്കെ എനിക്ക് ഒരു ഡിഫറൻസ് തോന്നി. എനിക്ക് ചെറിയ രീതിയിൽ ഓട്ടിസ്റ്റിക് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. നമ്മൾ ചില പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ, അത് തന്നെ ഇവിടെയും സംഭവിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെ സ്കൂളിൽ നിന്ന് കുട്ടിക്ക് സപ്പോർട്ട് ഇല്ലാന്നും എനിക്ക് മനസ്സിലായി. സ്കൂളുകാർ ഈ കുട്ടിയെ അങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക.
ഇവനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ സ്കൂളുകാർ ഇഗ്നോർ ചെയ്തേക്കുക. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്കൂളുമാണ് കേട്ടോ, ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു സ്കൂളുമാണ്. ഞാനിങ്ങനെ പറഞ്ഞു ഇവനെ ഈ സ്കൂളിൽ നിന്നും വേറൊരു സ്കൂളിലേക്ക് മാറ്റി, ഇവനെ നല്ല പോലെ കെയർ ചെയ്യുന്ന ഒരു സ്കൂളിലേക്ക് മാറ്റാൻ പറഞ്ഞു. അത് ശരിയാവില്ല, അത് ഭയങ്കര ടോപ്പ് സ്കൂളാണ്, അവിടെ തന്നെ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഇവര് പറഞ്ഞു. +2 വരെ ഞങ്ങൾ അവിടെ ആയിരിക്കും ചേർക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുട്ടിക്ക് വളരെ ലോ മാർക്സ് ആണ് കിട്ടുന്നത്, അവനൊരു പ്രോഗ്രസ്സും ഇല്ല. ഞാൻ ഒരു കാര്യം ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കല്, കാരണം എനിക്ക് അവനോട് ഭയങ്കര ഒരു കൺസേൺ ഫീൽ ചെയ്തു, ആഴ്ചയിൽ ഒരിക്കൽ എന്റെ അടുത്ത് കൊണ്ടുവരും, ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതും അവർ ചെയ്തില്ല. അവർ ട്യൂഷൻ സെന്ററുകൾ മാറിപ്പോയി. ട്യൂഷൻ സെന്റർ മാറിയിട്ട് കാര്യമില്ല, കാരണം ട്യൂഷൻ സെന്ററിൽ അത്രയും ക്രൗഡാണ്. ഇവന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് കിട്ടേണ്ടത്, കാരണം 1-to-1 ചെയ്യണം ഇവന് മാത്രമായിട്ട്. അവർ അത്യാവശ്യം നല്ല ക്യാഷ്വൽ ടീമാണ്. നമ്മളൊരു ടീച്ചറെ നിങ്ങൾ വീട്ടിൽ വരുത്തി അവരെ പഠിപ്പിക്കൂ, ഒരു ഷാഡോ ടീച്ചർ പോലെ തന്നെ. അപ്പം അതും അവർക്ക് സമയമില്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്. അതാണൊരു പ്രശ്നം. പിന്നെ ഇനി ചെറുപ്പം തുടങ്ങിയിട്ട് ഇവന്റെ അമ്മ ചെയ്തിരുന്നൊരു കാര്യം, അതായത് ഇവന്റെ വീട്ടിലെ അന്തരീക്ഷം ഒട്ടും ഇവന്റെ വളർച്ചയ്ക്ക് പറ്റിയതായിരുന്നില്ല. അമ്മ ചെയ്തിരുന്നൊരു കാര്യം, എന്തെങ്കിലും പഠിക്കാനോ ഹോംവർക്കോ ഒക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടിയെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യിക്കുകയോ വേണമല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇവര് തന്നെ ചെയ്യാൻ തുടങ്ങുന്ന പ്രായം വരെ നമ്മളുടെ സപ്പോർട്ട് നല്ല പോലെ ഉണ്ടാവണം. അമ്മ നീ പഠിക്കണ്ട, നീ അത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിടും. എന്തെങ്കിലും രീതിയിൽ അവനെ കൊണ്ട് കോപ്പി അടിപ്പിച്ച് ഇവര് വിടും, ആരുടെയെങ്കിലും നോക്കിയിട്ട്. അങ്ങനെയായിരുന്നു വീട്ടിലെ ഒരു സിറ്റുവേഷൻ. കോവിഡ് ടൈം വന്നപ്പോൾ അവന്റെ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്തു. ഫുൾ കളിയായിരുന്നു. ഓൺലൈനായിട്ട് കളിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഓൺലൈനായിട്ട് എക്സാം വരുമ്പോൾ പാരന്റ്സ് സപ്പോർട്ടായിരുന്നു കോപ്പി അടിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ കോവിഡ് ടൈമിൽ അത്രയും കാലഘട്ടം പോയി. അതോടുകൂടി കംപ്ലീറ്റ് താറുമാറായിരുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 7th സ്റ്റാൻഡേർഡ് തുടങ്ങി പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങള് കുട്ടിക്ക് നല്ലൊരു ട്യൂഷൻ അങ്ങനെ തന്നെ വെക്കൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒന്നും നടക്കുന്നില്ല. ഇവന്റെ അച്ഛന്റെ സിസ്റ്റർ ചേച്ചി ഗൾഫിൽ നിന്നും അവിടുത്തെ എല്ലാം കഴിഞ്ഞ് അവരുടെ കുട്ടികളെ ഇവിടെ എഞ്ചിനീയറിംഗ് ചേർക്കുന്ന ആ ഒരു +2 കഴിഞ്ഞ സമയമായപ്പോഴേക്കും വന്നിട്ട് ചേച്ചി ട്യൂഷൻ എടുക്കുന്നു ചേച്ചിയാ. അപ്പൊ ആ ചേച്ചി ഇവനെ പിടിച്ചിരുത്തി ട്യൂഷൻ എടുത്തു 9th-ലും 10th-ലും. അതിൻ്റെതായ പ്രോഗ്രസ്, ഭയങ്കര അല്ല, ചെറിയ ഇതാണെങ്കിൽ ഒരു പ്രോഗ്രസ് അവനിൽ ഉണ്ടായി. അങ്ങനെ 10th-ല് കുഴപ്പമില്ലാതെ മാർക്ക്, മീൻസ് ഒരു 60%, 70% ഇടയ്ക്ക്, ചിലപ്പോൾ മേ ബി അതിന് മുകളിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. കാരണം സ്കൂളിൽ നിന്ന് ഒരു 20% കൊടുക്കുമല്ലോ, ബാക്കി 80% ആണല്ലോ ബോർഡ് എക്സാമിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ആ സ്കൂളിന്റെ റിസൾട്ട് മോശമാവാതിരിക്കാൻ ചിലപ്പോൾ ആ 20 മുഴുവൻ കൊടുക്കുമായിരിക്കും, കുറയ്ക്കില്ലായിരിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ അവന്റെ അച്ഛൻ എന്നെ കാണാനായിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ അവനെ എന്താ ചെയ്യേണ്ടത്, എന്ത് കോഴ്സിനാ ചേർക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ മനസ്സിലേക്ക് പഴയ സംഭവങ്ങൾ, 7ാം ക്ലാസ് തുടങ്ങി അവനെ കണ്ട സംഭവങ്ങൾ മുഴുവൻ വരുവാട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ, ഞാൻ ആദ്യം റിസൾട്ട് വരട്ടെ, അപ്പം അവനെ എന്തിനാ ചേർക്കണ്ടേ, ബയോമാത്സിനൊന്നും ചേർത്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ആദ്യം അവൻ എന്താണ് ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അവന്റെ സ്കിൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ മനസ്സിലാക്കിയത് അവന് ടെക്നിക്കൽ സ്കൂളോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ +1 +2 ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവന് കുറച്ച് ടെക്നിക്കൽ ആയിട്ട് കുറച്ച് ഇതുണ്ട്, അങ്ങനെ നല്ലൊരു കൈയുള്ള കുട്ടിയാണ്. അപ്പൊ അവനൊരു തൊഴിലും കൂടെ പഠിക്കുന്ന ഒരു +1 +2 കോഴ്സ് അതിന് ടെക്നിക്കൽ സ്കൂളിലോ അല്ലെങ്കിൽ VHSCയിലോ ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവർ ഇങ്ങോട്ട് എന്നോട് ഇനി ആ സ്കൂളിൽ ചേർക്കുന്നില്ല, അതായത് അവൻ പഠിച്ച സ്കൂളില് 60% മാർക്ക് ഉണ്ടെങ്കിൽ അവർ അഡ്മിഷൻ തരാന്നൊക്കെ പറഞ്ഞു. അവർക്ക് നല്ല ഫീസ് കിട്ടുമല്ലോ. കാരണം ആ സ്കൂളിൽ അവനോട് ഒരു സ്നേഹവും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ 7ാം ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ചെറിയൊരു ഇഞ്ചക്ഷൻ എന്തായാലും പാരന്റ്സിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ 7ാം ക്ലാസ് തുടങ്ങി നിങ്ങളോട് ഇത് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അന്ന് പറയാ, അത് ഫ്രണ്ട്സിന് നഷ്ടമായി കഴിഞ്ഞാൽ അതിന് സങ്കടമായല്ലോ. ഞാൻ പറഞ്ഞു അതൊരു താൽക്കാലികമായുള്ള സങ്കടമാണ്. ഒരു നല്ല സ്കൂളിലേക്ക് മാറ്റുമ്പോൾ അവൻ അവിടെ നല്ലൊരു ഗ്രൂപ്പിലും ആവുകയും ചെയ്യും. പഴയ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അത് വെച്ചിട്ട് നിങ്ങൾ ആ കുട്ടിയുടെ ഫ്യൂച്ചർ കളഞ്ഞു എന്ന് തന്നെ ഞാൻ പറഞ്ഞു. കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്നിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അസസ് ചെയ്യാം, ഞാൻ അവന്റെ ഇന്റലിജൻസ് ഞാൻ അസസ് ചെയ്ത് തരാം, സയന്റിഫിക്കലി അസസ് ചെയ്ത് തരാം, അത്രയും എനിക്ക് പറ്റുള്ളൂ. ഞാൻ അതിൽ കൂടുതൽ പഠിച്ചിട്ടില്ല. എന്റെ സാറുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. എന്റെ ഒരു കരിയർ ഗുരു ഉണ്ട്, ഡോക്ടർ തോമസ് ഐസക് സാർ. സാറുമായിട്ട് കണക്ട് ചെയ്തു. സാറ് ഇതുപോലെ തന്നെ 7 ഏരിയയില് കംപ്ലീറ്റ് കുട്ടിയുടെ കാര്യങ്ങൾ അസസ് ചെയ്യും. കുട്ടിയുമായിട്ടിരിക്കും, പാരന്റ്സുമായിട്ട് ഇരുന്നിട്ട് അസസ് ചെയ്ത് സാറ് കറക്റ്റ് അവരെ ഗൈഡ് ചെയ്യും. സാറിന് നല്ല ഫീസാട്ടോ, സാറ് ഗൈഡ് ചെയ്യും. അപ്പൊ സാറിനുമായിട്ട് ഞാൻ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്ററിന്റെ അവധി വരുന്നതാണ്, സാർ ക്രിസ്ത്യനും കൂടെ ആയതാണ്, ഈസ്റ്റർ കഴിഞ്ഞിട്ടിരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒത്തിരി കാശ് നശിപ്പിക്കുന്നുണ്ട്, ഈ കുട്ടിക്ക് വേണ്ടിയിട്ടെങ്കിലും ഇനിയെങ്കിലും ചെയ്യാൻ പറഞ്ഞു, വൈകിക്കരുത്. ചെയ്യാമെന്നൊക്കെ സമ്മതിച്ചു പോയിട്ടുണ്ട്. എനിക്ക് അവനെ കുറിച്ച് ഭയങ്കര ഒരു കൺസേൺ ഉള്ളതാ. വളരെ നല്ലൊരു മോനാണ്, വളരെ ശുദ്ധ ഹൃദയം എന്നൊക്കെ പറയും.
ഒട്ടും മനസ്സിൽ കറയില്ലാത്തൊരു കുട്ടിയാണ്. അപ്പൊ എനിക്ക് അവന് നല്ലൊരു ഫ്യൂച്ചർ, അവനല്ല മക്കൾക്ക് എല്ലാവർക്കും നല്ല ഫ്യൂച്ചർ വേണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, നമ്മുടെ കുട്ടികളൊക്കെ നന്നായി വരുന്നത്. അപ്പൊ അങ്ങനെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ നിങ്ങൾക്കും ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് നമ്മൾ ആസ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, നമുക്ക് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ മാത്രമല്ല പ്രീ സ്കൂളിലെ ടീച്ചേഴ്സിനെല്ലാം ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെറിയ ഡിഫോമിറ്റീസ് പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് തന്നെ ചില ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് അത് പറ്റുന്നില്ല എന്ന് മനസ്സിലാവാൻ നമുക്ക് മനസ്സിലാകണം അത് ഏതെങ്കിലും ഇന്റർവെൻഷൻ വേണം, ഏതെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ തെറാപ്പിസ്റ്റിന്റെയോ ഇന്റർവെൻഷൻ വേണം. അത് പാരന്റ്സിന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള മക്കള് ആയി പോകും. കാരണം കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ, കറക്റ്റ് സമയത്ത് അവർക്ക് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അവർ ഇതുപോലെ ആയി പോകും. ചെറിയൊരു ഓട്ടിസ്റ്റിക് ഇഷ്യൂ ഒക്കെ വരുന്നതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒത്തിരി ഹൈ ഗ്രേഡിൽ 70%, 80% നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ളിടത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരിക്കലും ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു ഗ്രൂപ്പിലിരുത്തി ക്ലാസ് ചെയ്യിക്കരുത്. കാരണം എനിക്കൊരു കോൾ കഴിഞ്ഞ ദിവസം വന്നത് നമ്മുടെ ഒരു ബാച്ചിൽ നിന്ന് 9th ബാച്ചിൽ നിന്ന് വന്നത്, സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ആള് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, റെക്കോർഡ് ക്ലാസ്സും ശരിയായ രീതിയിൽ കണ്ടിട്ടില്ല എന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി. കാരണം എന്റെ അടുത്ത് ചോദിച്ചു, മാം ഞാൻ ഇങ്ങനെ ഒരു മോണ്ടിസോറി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, അവിടെ ADHD ഉള്ള കുട്ടിയുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് ഉള്ള കുട്ടിയുണ്ട്, ചെറുതായിട്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിരുത്തി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി എന്നതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും ഈ കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് ഇരുത്തരുത്. നോർമൽ കുട്ടികളെ നമുക്ക് വീണ്ടും ഒരുമിച്ചിരുത്തി ഗ്രൂപ്പ് ലേണിംഗ് കൊടുക്കാം. ഇവർക്ക് സെപ്പറേറ്റ് കൊടുക്കണം. കാരണം എന്താ പറയാ, ഒന്നും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ. കാരണം അവരുടെ ആ ഒരു പാരാമീറ്റേഴ്സിന്റെ പ്രശ്നം അതാണ്. ADHD ഉള്ളവരാണെങ്കിലും ഡിസോർഡർ ഉള്ളവരാണെങ്കിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവരാണെങ്കിലും അങ്ങനെ അങ്ങനെയൊക്കെ അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ പ്രശ്നമാണ് അവരുടെ അറ്റൻഷൻ സ്പാൻ കറക്റ്റ് ആവാത്തത്. അപ്പൊ അതിന് നമുക്ക് പല ആക്ടിവിറ്റീസ് ചെയ്യിക്കേണ്ടി വരും, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് ചെയ്യിക്കേണ്ടി വരും. അപ്പൊ സ്കൂളുകാർ അവർക്കൊരു ടീച്ചറെ കിട്ടിയപ്പോൾ മാക്സിമം അതിനെ പ്രയോജനപ്പെടുത്തുവാണ്. ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വളരെ സ്ട്രോങ് ആയിട്ട് ആ സ്കൂളുകാരോട് പറയുക, ഈ കുട്ടികളെ ഗ്രൂപ്പ് ലേണിംഗ് പറ്റില്ല, ഇവർക്ക് എനിക്ക് പറ്റാവുന്ന ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷെ ഇവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് തന്നെ വേണമെന്ന് പറയണമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തായെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ സ്കൂളുകളിൽ പോകുമ്പോൾ, കാരണം സ്കൂളിനെ സംബന്ധിച്ച് ചെറിയ പേയ്മെന്റിൽ ഒരു ടീച്ചറെ കിട്ടുന്നു, ആ ടീച്ചറെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിക്കുന്നു. ഇതൊക്കെയാണ് സ്കൂളുകളിൽ നടക്കുന്ന ഒരു കാര്യം. ഹൈലി പെയ്ഡ് ഒന്നുമല്ല നമ്മുടെ നാട്ടിലെ പ്രീ സ്കൂളിലെ ടീച്ചർമാര്. കാരണം വരുന്ന അഡ്മിഷൻ അനുസരിച്ച് ഫീസ് വാങ്ങുന്നതിനനുസരിച്ചൊക്കെ ആയിരിക്കാം അവർ പേയ്മെന്റ് കൊടുക്കുന്നത്. വട്ടവർ ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കറക്റ്റ് നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നു പറയണം, അല്ലെങ്കിൽ ആ കുട്ടികളോട് ചെയ്യുന്ന രീതികേടായിരിക്കും. അവർക്ക് കറക്റ്റ് ഇന്റർവെൻഷൻ കിട്ടണം. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറയുക, എനിക്ക് ഈ ഏരിയയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, ഇവർക്ക് വേണ്ടത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണെന്ന് വളരെ ധൈര്യമായിട്ട് തന്നെ പറയണം. നമുക്ക് പറയാതിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടികളോട് ചെയ്യുന്ന ഒരു നീതികേടായിരിക്കും. അപ്പൊ ഓക്കെ, ഇപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റ് നമ്മൾ നാച്ചുറലി ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഫസ്റ്റ് വൺ ആണ് ലോ ഓഫ് വർക്ക്. അതായത് ഇവിടെ നമ്മൾ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്ലേ ആണ്. അവരെ സംബന്ധിച്ച് അവർ കളിക്കുകയാണ്, അതിനുള്ള ഒരു അവസരമാണ്. പക്ഷെ ത്രൂ ദാറ്റ് പ്ലേ ദേ ആർ ലേണിംഗ്. ഓക്കെ, ഇത് ആരാ ഒന്ന് വായിക്കാം. ഇവിടെ വരെ മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. Law of work. Montessori assumed that children prefer work to play. Law of work include the ability to choose work freely and to find serenely to joy in work. According to Maria Montessori, children at Casa dei Bambini were able to achieve an integration of self through their work. She observed that children who come in with destructive behavior like aggressiveness, hostility, etc., quickly settle down in the prepared environment. They become calm and peaceful after working with the materials in the prepared environment. Slowly, all destructive behavior disappeared. Montessori concluded that some great need of child must have met through this activity of concentration, and that the new state the child had thereby reached was actually his normal state.
Montessori refers to this process of psychic integration as normalization of the child. Through work, child becomes normal. Among the revelations the child has brought us, there is one of fundamental importance, the phenomenon of normalization through work. It is certain, but the child aptitude for work represent a vital instant. For without work, his personality cannot organize itself and deviate from normal lines of its construction. Man build himself through working. ഓക്കെ, സോ ലോ ഓഫ് വർക്ക്. കുട്ടികൾ എപ്പോഴും കളിക്കാൻ ഇഷ്ടപ്പെടും. അത് ത്രൂ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം. അവർക്ക് കൈകൊണ്ട് ചെയ്യാനായിട്ട് പറ്റണം. അവരുടെ ഹാൻഡ്സ് ആണ് അവരുടെ ആ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇന്റലിജൻസിനുള്ള ബുദ്ധിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഹാൻഡ്സ് ആണ്. ഹാൻഡ്സും ടങ്കും, ഈ രണ്ട് ഇൻസ്ട്രുമെന്റ് ആണ് ജനിക്കുന്ന സമയത്ത്. ഈ രണ്ട് ബോഡി പാർട്സ് ഇൻസ്ട്രുമെന്റ് എന്നാണ് നമ്മൾ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. കുട്ടികളെ നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകാനും അവർ വളരെ ആക്റ്റീവ് ആകാനും അവരെ ഇനീഷ്യലി ഹെൽപ്പ് ചെയ്യുന്നത് രണ്ട് ബോഡി പാർട്സ് ആണ് ടങ്കും ഹാൻഡ്സും. അവര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും. അത് അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റണം. വളരെ പീസ്ഫുൾ ആയിട്ട്, നമ്മളുടെ ഷൗട്ടിങ്ങോ നമ്മളുടെ തടസ്സപ്പെടുത്തലോ ഒന്നും ഉണ്ടാകരുത്. അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് ആ വർക്ക് ചെയ്യും. ഇപ്പൊ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് കസാടി ബാബിനെ നിങ്ങൾക്ക് അറിയാലോ. അതായത് ഡോക്ടർ മോണ്ടിസോറി ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത മോണ്ടിസോറി സ്കൂൾ, ഹൗസ് ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹൗസ് മീനിങ് വരുന്ന രീതിയിലാണ് അവർ ഈ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഒരു സ്കൂൾ പോലെയല്ല, ശരിക്കും വളരെ ക്ലാസ് റൂമുകളോ അടഞ്ഞ ക്ലാസ് റൂമുകളോ ഒന്നുമില്ല. കുട്ടികൾക്ക് ആ ഒരു എൻവയോൺമെന്റ് ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട് നല്ല വരാന്തകളുണ്ട്. തന്നെ അവർക്ക് ഔട്ട്ഡോറിലേക്ക് പോകാം. മെയിൻ ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും ഫോർ സെക്യൂരിറ്റി, പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഗാർഡനിലേക്ക്, വെള്ളത്തിൽ കളിക്കാൻ, മണി കളിക്കാൻ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഈ കാസാഡെ ബാംബിയിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡലിൽ ആണ് പ്യുവർ ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ മോണ്ടിസോറി സ്കൂളുകളും ഡിസൈൻ ചെയ്തിരുന്നത്. കുട്ടികള് ഈ കസാഡി ബാംബിനിയിലേക്ക് വന്ന കുട്ടികളെ നമുക്കറിയാം. അതായത് അവര് ഒരു സാൻ ലൊറൻസോയിലെ സ്ലം ഏരിയയിൽ നിന്ന് വന്ന കുട്ടികളായിരുന്നു. അവരുടെ ആ ഒരു രീതികൾ അവരങ്ങനെ ഒരു ഇതിൽ ജനിച്ച് വളർന്നതായതുകൊണ്ട് അവർക്ക് വളരെയധികം അഗ്രസീവ്നെസ്, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ, എന്തും കണ്ടാൽ നശിപ്പിക്കുന്നത്, പിന്നെ അൺഫ്രണ്ട്ലി ആയിട്ട് വളരെ റഫ് ഒരു വയലന്റ് നേച്ചറൊക്കെയുള്ള കുട്ടികളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവർ ആ എൻവയോൺമെന്റിൽ സെറ്റിൽ ഡൗൺ ചെയ്യുമായിരുന്നു. കാരണം അതുപോലുള്ള ആക്ടിവിറ്റീസ് ആണ് ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികളുടെ ഈ ഡീവിയേഷൻസിനെ നോർമലൈസ്ഡ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തത്. അത്രയും അവർ റിസർച്ച് ചെയ്തു, അനലൈസ് ചെയ്തു, അവർ ചെറിയ ചെറിയ എക്സ്പെരിമെന്റുകൾ ചെയ്തു നോക്കി. പെട്ടെന്ന് ഒരു ദിവസം അവർ വേറെ എന്താ പറയാ ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഉദ്ദേശിച്ച് തന്നെ അവര് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഇത്. അങ്ങനെ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവർ പെട്ടെന്ന് തന്നെ സെറ്റിൽ ഡൗൺ ചെയ്തു. വളരെ കാം, പീസ്ഫുൾ ആയിരുന്നു ഈ ഒരു മെറ്റീരിയൽസുമായിട്ട്. ആദ്യമൊക്കെ അവർക്ക് അങ്ങനെ അടുക്കാൻ പക്ഷെ ഇത് 1-2 ദിവസം കൊണ്ടല്ല സെറ്റിൽ ഡൗൺ ചെയ്തത്, 2-3 months എടുത്തു എന്നാണ് പറയുന്നത്. അത്രയും ക്ഷമ, പേഷ്യൻസ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണം. ആ ഒരു സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് അത്രയും സമയമെടുത്തു. ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ നോർമലി അമ്മമാർക്ക് അത്രയും ഒരു പേഷ്യൻസ് ചിലർക്ക് കാണാം അല്ലെ. ചില മക്കള് ഭയങ്കര വാശിയായിരിക്കും, ചില അമ്മമാര് വളരെ പേഷ്യന്റോട് കൂടി അത് ഹാൻഡിൽ ചെയ്യുന്നത് കാണാം. അത് സെറ്റിൽ ഡൗൺ ആകാനായിട്ട് ആ ഒരു സമയം എടുക്കും എന്ന് തന്നെയാണ് മോണ്ടിസോറി പറയുന്നത്. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയല്ല. കാരണം കുട്ടികളുടെ ഇൻബോൺ പവേഴ്സ് എല്ലാം ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് കിടക്കുക. നമുക്കൊരു പവർ ഉള്ളത് കറക്റ്റ് ഒരു ഭാഗത്ത് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കറക്റ്റ് ആവുന്നത്. ഇങ്ങനെ അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള പവറിനെ കറക്റ്റ് പാറ്റേണിലേക്ക് ആക്കാൻ, അതായത് നമ്മൾ കണ്ടിട്ടില്ലേ മോളിക്യൂൾസ് ഇങ്ങനെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടിരിക്കുന്നു. ഒരു കെമിക്കൽ ആക്ഷൻ നടക്കുമ്പോഴേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നു, അങ്ങനെ ഒരു കെമിക്കൽ ആക്ഷൻ നടക്കുന്നു, അങ്ങനെ അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ ഉള്ളിലെ എനർജി. നമ്മളുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എനർജി കറക്റ്റ് ഫോമായി. അതുകൊണ്ടാണ് നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ ബോഡി കോർഡിനേഷൻ, ബാലൻസ്, അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിന് എത്രത്തോളം ഫോഴ്സ്, എത്ര സ്ട്രെങ്ത് വേണം, ഇതൊക്കെ നമുക്കറിയാം. വി നോ ദാറ്റ്.
പക്ഷെ കുഞ്ഞിന് അത് അറിയില്ല. അവര് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്ര ഫോഴ്സ് മതി, ഇത്ര ഫോഴ്സ് അവിടെ കൊടുക്കണം, അതൊക്കെ അവർക്ക് മനസ്സിലാകാനായിട്ട് സമയമെടുക്കും. സോ ഡു റിപ്പീറ്റഡ് ആക്ടിവിറ്റി ആണ് ഇത് അവരെ റിപ്പീറ്റഡ് വർക്ക്, റിപ്പീറ്റഡ് ആക്ടിവിറ്റി ഇത് അവർക്ക് കിട്ടുള്ളൂ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പൊ അതിനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അത്രയും പേഷ്യൻസ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണം എന്നുള്ളതാണ്. അങ്ങനെ ഈ ആക്ടിവിറ്റിയിലൂടെ അവർ കോൺസെൻട്രേഷൻ അവരുടെ എല്ലാം ഡെവലപ്പ് ചെയ്യുവാണ്, പേഴ്സണാലിറ്റി എല്ലാം ഡെവലപ്പ് ചെയ്യുവാണ്, അങ്ങനെ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അപ്പം ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ, കാരണം ഞാൻ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം ഡാഷ് എന്നോ അല്ലെങ്കിൽ ത്രൂ ഡാഷ് ചിൽഡ്രൻ ബിക്കം നോർമൽ എന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചോദിക്കാം. ആ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഒറ്റ സെന്റൻസിൽ മോണ്ടിസോറി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്നതിൽ കൂടിയാണ് കുട്ടികൾ നോർമൽ ആവുന്നത്. ഡോക്ടർ മോണ്ടിസോറി നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആകുക, ടോപ്പ് ആകുക, പെട്ടെന്ന് തന്നെ ആക്ടിവിറ്റീസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ആകുക, അങ്ങനെയൊന്നും അല്ല ഡോക്ടർ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ നോർമൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ചാപ്റ്റർ ഉണ്ട് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. ഡോക്ടർ മോണ്ടിസോറി ഒരു കുട്ടി നോർമൽ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് അവന്റെ കഴിവിനനുസരിച്ച് അവന് കിട്ടിയിരിക്കുന്ന ആക്ടിവിറ്റി ചുറ്റുപാടിനെയോ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയാണ് ഡോക്ടർ മോണ്ടിസോറി നോർമൽ എന്ന് വിളിച്ചത്. അതായത് ആ കുട്ടി ചിലപ്പോൾ ആ ആക്ടിവിറ്റി അരമണിക്കൂർ എടുത്തായിരിക്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, വേറൊരു കുട്ടി ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു കമ്പാരിസൺ അവിടെ ഇല്ല. അവനവന്റെ സമയവും പൊട്ടൻഷ്യലും എടുത്ത് വേറെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ, ആ മെറ്റീരിയലിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്ത് അവന്റെ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നതിനാണ് ഡോക്ടർ മോണ്ടിസോറി നോർമൽ എന്ന് ഉദ്ദേശിച്ചത്. അത് ഓർത്തോളൂ. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി എ നോർമലൈസ്ഡ് ചൈൽഡ് മീൻസ് ഡാഷ്. ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ അവിടെ എവിടെയൊന്നും ഇങ്ങനെ അതേപോലെയൊന്നും കിടക്കുന്നില്ല. ഇത് നമ്മളിത് മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോ ഓപ്ഷൻസിൽ ഉണ്ടാകാം പെർഫെക്റ്റ്, ആക്റ്റീവ്, ടോപ്പ് ഇൻ ഓൾ സബ്ജക്ട്സ്, പ്രൊഡക്റ്റീവ്. പ്രൊഡക്റ്റീവ് എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് ആൻസർ. പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ് ആർക്കും ശല്യം ഉണ്ടാകാതെ അവൻ അത് അച്ചീവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ്. ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ. ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി നോർമലൈസ്ഡ് ചൈൽഡ് മീൻസ് ഡാഷ്. ആൻസർ പ്രൊഡക്റ്റീവ് ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന പോലെ ഭയങ്കര ഗുഡ് ബോയ്, ബെസ്റ്റ് സ്റ്റുഡന്റ്, ടോപ്പ് ഇൻ ഓൾ സബ്ജക്ട്, പെർഫെക്റ്റ്, അതൊന്നുമല്ല. പ്രൊഡക്റ്റീവ് ആണ്. പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് അവൻ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നു, ആരെയും ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ. അതാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അല്ലേ. നോർമലൈസേഷൻ നടക്കുന്നത് ഈ ത്രൂ വർക്കിലൂടെയാണ്. വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് പ്ലേ ആണ്. നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റി. കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുട്ടി കൈ ഉപയോഗിച്ചും ഒക്കെ ചെയ്യുന്ന ആക്ടിവിറ്റി, അതാണ് ഉദ്ദേശിച്ചത്. നോർമൽ അങ്ങനെ സ്വയം ബിൽഡ് ചെയ്യുവാണ് കുട്ടി. കുട്ടിയുടെ പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുവാണ്. രണ്ടാമത്തെ പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോളൂ. മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു മനുഷ്യൻ അവനവനെ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അവനവനെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുന്നത് ത്രൂ ആക്ടിവിറ്റിയിലൂടെയാണ്. നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്കറിയാം, നമ്മൾക്കിപ്പോ നമ്മൾ രാവിലെ എണീക്കുന്നു, നമുക്ക് അന്നന്ന് ചെയ്യേണ്ട വീട്ടിലെ കാര്യങ്ങൾ, ഇപ്പൊ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്നു, പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ പഠിക്കാൻ പോകുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ആക്റ്റീവായിട്ട് ഡെയിലി ചെയ്യുന്ന ചില ടാസ്കുകൾ ഉണ്ട് അല്ലെ. അതായത് നമ്മളെ സംബന്ധിച്ച് വീട്ടിലെ കുക്ക് ചെയ്യുന്നു, വീട്ടിലെ മറ്റു ജോലികൾ ചെയ്യുന്നു, ക്ലീനിങ് ചെയ്യുന്നു, അങ്ങനെ വീട്ടിലുള്ള ഓരോരുത്തരും അവരവർ ചെയ്യുന്നതായ ചില ടാസ്കുകൾ ഉണ്ട്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു മാരേജ് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോൾ സാധാരണ ഇങ്ങനെയാണ്, നമ്മള് നൈബർഹുഡുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണല്ലോ. അപ്പൊ അവര് പറയും ഒന്നും വീട്ടിൽ വെക്കേണ്ട, തലേ ദിവസം തുടങ്ങി ഇവിടെ കഴിക്കാം, തലേ ദിവസം പിറ്റേ ദിവസം ഒന്ന് വൈകിട്ട് അതിന്റെ പിറ്റേ ദിവസം അങ്ങനെ 3-4 ദിവസം നമ്മൾ വീട്ടിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അവിടെ നിന്നായിരിക്കും ഭക്ഷണം. നമ്മൾക്കൊരു സുഖം ഉണ്ടാവില്ല അല്ലെ. കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്ന ടാസ്ക് അങ്ങ് അത് സ്റ്റോപ്പ് ആയിപ്പോയി. നമ്മൾ ഡെയിലി ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും.
അല്ലെ? നമ്മൾക്ക് ക്ഷീണം ഉണ്ടാകാതെ നമ്മൾ ഡെയിലി നമ്മുടെ ചെയ്യുന്ന വർക്കുകളാണ് നമ്മളെ ആക്റ്റീവ് ആക്കുക. അതാണ് മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഇനി നമ്മൾ ഇതൊക്കെ പറഞ്ഞു, കുട്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അവർക്ക് അതിലൂടെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, അവർ ആക്റ്റീവ് ആകുന്നു, അവർ നോർമൽ ആകുന്നു, അവർ സെൽഫ് മെയ്ഡ് ആകുന്നത് ഇതുപോലെ വർക്ക് ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞു. ഇനി ഒരു കുട്ടി ചെയ്യുന്ന പണിയും ഒരു അഡൾട്ട് ചെയ്യുന്ന പണിയും കൂടെയുള്ള കമ്പാരിസൺ ആണ് നെക്സ്റ്റ്. നമുക്കറിയാം, നമ്മുടെ വീട്ടില് നമ്മൾ ചെയ്യുന്ന ചില പണികളുണ്ട്, നമ്മൾ നിമിഷ നേരം കൊണ്ടൊക്കെ ചെയ്യുമായിരിക്കും അല്ലെ? ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് നമ്മളത് കുറെ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ആണ്, നമുക്ക് ആ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യലൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ആ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് അത് ഫുൾ കട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ഈ ഒരു അമ്മ ചെയ്യണം കാണുമ്പോഴേക്കും ഞാൻ ചെയ്യാന്ന് പറഞ്ഞവർ വരും. ഇപ്പൊ നമ്മളൊരു ബ്ലൻഡ് ആയിട്ടുള്ള ഒരു നൈഫ്, അധികം ഷാർപ്പ് പെട്ടെന്ന് മുറിയില്ലാത്ത രീതിയിലുള്ള ഇതും കൊച്ചിന്റെ ഫിംഗർ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തെങ്കിലും കൊടുത്ത് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യാൻ കൊടുത്ത് നോക്കുക. ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അവർക്ക് എന്തോ ലോകം കീഴടക്കി, എന്തോ അച്ചീവ് ചെയ്തൊക്കെ സന്തോഷമൊക്കെ ആയിരിക്കും. അവർ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം അവർക്ക് ഭയങ്കര ഇഷ്ടം, റെസ്പെക്ട് നമ്മളോട്. എന്നെ ഇതിനെ സമ്മതിച്ചല്ലോ, എനിക്ക് കത്തി തന്നല്ലോ, ലൈക്ക് ദാറ്റ്. അവർ ഭയങ്കര ഹാപ്പി ആവും. അവർ വെജിറ്റബിൾസ് കട്ട് ചെയ്യും, എന്നിട്ട് നമ്മളോട് ചോദിക്കും ഇങ്ങനെയാണോ. ഓരോന്നും കട്ട് ചെയ്യുമ്പോഴും അവർ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അവർ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സാലഡിനോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തെങ്കിൽ നമ്മള് അത് സാലഡ് ആക്കി കൊണ്ടിരുമ്പോൾ നമ്മൾ ടേബിളിൽ വെക്കുമ്പോൾ ബാക്കിയുള്ളവരോട് പറയുന്നത് കുഞ്ഞ് കട്ട് ചെയ്തതാന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിലെ പ്രകാശം നമുക്ക് കാണാനായിട്ട് പറ്റും, ബാക്കിയുള്ളവരുടെ അപ്രീസിയേഷൻ ഒക്കെ കിട്ടും. അതാണ് ആ കുട്ടി അത് ആ പ്രോസസ്സും എല്ലാം എൻജോയ് ചെയ്യുവാണ്. അത് അവന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്. അതേസമയം നമ്മൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നില്ല, നീ ചെയ്താൽ ശരിയാവില്ല, നീ ചെയ്താൽ എന്താവും, കണ്ടില്ലേ അരിഞ്ഞു വെച്ചേക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെടും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു അഡൾട്ടും ഒരു ഗ്രോണപ്പും കുട്ടിയും തമ്മിലുള്ള ഡിഫറൻറ്റ് ഒരു വർക്ക് ചെയ്യും. ആരാ ഒന്ന് റീഡ് ചെയ്യാം? ഒരു 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, 5 റീഡ് ചെയ്യണേ. The aim of the child's work is not a visible one but of an internal one, that is for self construction and adult work to complete an activity. The child work in order to develop through work he establish concentration, high motor development, work habit, and more importantly his self concept. B. The child attends a law of maximum effort to succeed by himself. He boosts his effort to develop. He must do it himself, and no one can do it for him. In fact, every support given to a child captures his development. C. Children use the environment to enhance themselves. Adults use themselves to improve the environment. The adult is no longer developing. He has arrived at the norm of the species, but the child is being in a constant state of transportation. He interacts with the environment and receives impression for his psychic development. D. Children work for the purpose of the process. However, the adult is involved with the end and result. E. The axis of the child works is different from the adult. A child of about 3-5 years who wants to work with the 10 cubes of pink tower on a rug would create 10 separate journeys of all over the room. An adult would never act in that way. The child does not hurry as we do towards the end. By following his rhythm, he is able to accurate himself. ഓക്കെ, സോ ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണ് നിങ്ങൾക്കത് വായിച്ചപ്പോൾ. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സാണ് എൻജോയ് ചെയ്യുന്നത്. കാരണം കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചെറിയ ഏജ് തുടങ്ങിയേ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു വർക്ക് ആ കുട്ടി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുവാണെങ്കിൽ, ജഡ്ജ് ചെയ്യുവാണെങ്കിൽ, അതായത് ഈ എങ്ങനെയാണോ ചെയ്യുന്നത്, നീ ചെയ്തിട്ട് ശരിയായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കുട്ടി വല്ലാണ്ട് ഡൗൺ ആവും. അതേസമയം നമ്മളൊരു അപ്രൈസൽ കൊടുക്കുവാണ്, കാരണം അവൻ വളർന്നു വരിക. അപ്രൈസൽ കൊടുക്കുമ്പോഴേക്കും അവൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. വീണ്ടും അവനത് പെർഫെക്റ്റ് ആക്കാൻ അവർ പറയും, ഞാൻ അമ്മ ചെയ്ത പോലെ ആയില്ലല്ലോ, ഞാൻ ഇതുപോലെ ആക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്. അങ്ങനെ അവർ ആ ഓപ്പൺനെസ് അവർ കാണിക്കും നമ്മളോട്. അതേസമയം നമ്മൾ ഇങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ പിന്നെ അവര് നമ്മളോടുള്ള അടുപ്പത്തിൽ തന്നെ അവർക്ക് വ്യത്യാസം വരും. അവർ ഹൈഡ് ചെയ്യാൻ തുടങ്ങും പല കാര്യങ്ങൾ. അപ്പൊ അത് ശരിക്കും ആ ഒരു ഫാമിലിയിൽ നിന്ന് തുടങ്ങേണ്ട കാര്യം തന്നെയാണ്. ആ ഒരു തേർഡ് സെന്റൻസിൽ ഒരു വേർഡ് ഉണ്ട്, HIE. ഹീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂവ് ചെയ്യുക, ക്വിക്കായിട്ട്. അങ്ങനെ
ഈ അതായത് കുട്ടികൾ എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര സ്പീഡിലായിരിക്കും ചെയ്യുന്നത്. അവർക്ക് ഓരോ കാര്യത്തിനും ഇത്ര ഫോഴ്സ് വേണം, ഇത്ര സ്പീഡ് മതി, അതൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതൊക്കെ അതാ പറഞ്ഞ അവരുടെ പവർ എല്ലാം ഇങ്ങനെ അവിടെ അവിടെയായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടന്നിരിക്കുവാണ്. ഇതെല്ലാം നല്ല പോലെ ഫോക്കസ് ആവണമെങ്കിൽ അവരെ പല ആക്ടിവിറ്റീസിലൂടെ കൊണ്ടുപോകുമ്പോഴാണ് അവർ ആ പ്രാക്ടീസ് അവർക്ക് മനസ്സിലാകുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളുടെ വീട്ടിൽ നമ്മൾ ജഗ്ഗില് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടാവും കുടിക്കാനായിട്ട് അല്ലെ. ഗ്ലാസ് ഉണ്ടാവും, നമ്മൾ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് കുടിക്കും. പക്ഷെ ആസ് ആൻ അഡൾട്ട് നമുക്കറിയാം ജഗ്ഗില് വെള്ളം നിറയെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ മുഴുവൻ ഇങ്ങനെ അടക്കം തുറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഗ്ലാസിന്റെ വലുപ്പം നോക്കിയിട്ട് എത്രത്തോളം വെള്ളം എത്ര സ്പീഡിൽ ഒഴിക്കുമ്പോഴാണ് അതിൽ ഫിൽ ആവുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ അതിനനുസരിച്ചുള്ള ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്നത്, എഫേർട്ടാണ് കൊടുക്കുകയുള്ളൂ. പക്ഷെ കുട്ടിക്ക് അറിയില്ല ജഗ്ഗിൽ ഇത്രയും വെള്ളം ഉണ്ടെന്നും ഗ്ലാസിന്റെ വലിപ്പം ഇതാണെന്നും ഒഴിക്കുമ്പോ എങ്ങനെ ഒഴിച്ചാലാണ് കറക്റ്റ് ആവില്ല, അവര് നിറയാറാവുമ്പോ നിർത്തണം, ആ ഒരു ഇതൊന്നും അവർക്ക് ആയിട്ടില്ല, ആ ഒരു പവർ ഒന്നും. അപ്പൊ ഇവരെന്ത് ചെയ്യും, മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഈ വെള്ളം ഒഴിക്കും. അപ്പൊ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ വെള്ളം സ്പിൽ ഔട്ട് ആയിട്ട് പോകും പുറത്തേക്ക്. അപ്പൊ ഒരു അഡൾട്ട് ഓടി വന്നിട്ട് ഷൗട്ട് ചെയ്ത് എന്ത് പണിയാ നീ കാണിച്ചത്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, എന്തിനാ എടുക്കാൻ പോയത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുമ്പോഴേക്കും ഇവരങ്ങോട്ട് ഭയങ്കര ഡൗൺ ആവും. ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നുള്ള കുട്ടിയുടെ ഉള്ളിൽ അങ്ങോട്ട് അങ്ങ് അടിച്ച് ഏൽപ്പിച്ച പോലെ ആയിപ്പോയി. നമ്മൾ പറയും സാരമില്ല, അതിന് പകരം സാരമില്ല എന്ന് പറഞ്ഞിട്ട് ക്ലോത്ത് കൊച്ചിന്റെ കയ്യിൽ തന്നെ എടുത്തു കൊടുക്കുക, അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയാൽ മതി എന്ന് പറയും. എന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പൊ കുട്ടി വളരെ കൂളാവും. പിന്നെ അവന്റെ അമ്മ കാണിച്ചു കൊടുത്തോലെ അല്ലെങ്കിൽ അച്ഛനെ ഓറിറ്റിസ് കാണിച്ചു കൊടുത്തോലെ പതുക്കെ ഒഴിക്കാൻ തുടങ്ങും. സെക്കൻഡ് ടൈം ഒഴിക്കുമ്പോൾ നേരത്തെ സ്പിൽ ഔട്ട് ആയി പോയാൽ അത്രയും വെള്ളം പോകില്ല. ഇനി അഥവാ പോയാലും അവനറിയാം എന്ത് ചെയ്യണം. അവൻ ആ ക്ലോത്ത് എടുത്ത് തുടയ്ക്കും. ആ ക്ലോത്ത് വൃത്തിയാക്കിയിടുന്നതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്ത് അവർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അതാണ് കുട്ടിയുടെ ആ ഒരു വർക്കിന്റെ ആക്സെന്റ് എന്ന് വെച്ചാൽ ആ ഒരു ടോൺ, ആ ഒരു റിതവും അഡൾട്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ്. അവരെല്ലാത്തിനും മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുട്ടി ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് മുഴുവനും എൻജോയ് ചെയ്യുന്നു. അതായത് ആ ഒരു പ്രോസസ്സിൽ ഓരോ ആക്ടിവിറ്റി അവനെ എൻഹാൻസ് ചെയ്യുക, അവനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അഡൾട്ടിനെ സംബന്ധിച്ച് അവർ ഡെവലപ്മെന്റ് പീക്കിൽ എത്തിക്കഴിഞ്ഞു, പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ആകാനൊന്നുമില്ല. അവർക്ക് ഈ പ്രോസസ്സ് എൻജോയ്മെന്റ് ഒന്നുമില്ല. അവർക്ക് ആ എൻഡ് റിസൾട്ട്, ഇപ്പൊ ജഗ്ഗിന്ന് വെള്ളം എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ എൻഡ് റിസൾട്ട്. പച്ചക്കറി കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ എൻഡ് റിസൾട്ട്. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാതെ മാത്രമേ ഉള്ളൂ എൻഡ് റിസൾട്ട്. അല്ലെങ്കിൽ ചെറിയ പാക്കറ്റിൽ നിന്നും കടല, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെയ്നറിൽ ഇട്ട് വെക്കില്ലേ, നമ്മൾ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാതെ. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആട്ടോ സ്പൂണിങ്, പിക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് സ്പൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബൗൾ വെക്കും, ഒരു ബൗളില് വെള്ളം ഉണ്ടാവും, മറ്റേ ബൗൾ എംപ്റ്റി ആയിരിക്കും. ഒരു സ്പൂണും കൊടുക്കും. സ്പൂൺ കൊണ്ട് ഇവര് മറ്റേ ബൗളിലേക്ക് വെള്ളം ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കുട്ടിയുടെ വിരലുകൾ നല്ല പോലെ ഡെവലപ്പ് ആകും, ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ആകും. അതുപോലെ തന്നെ ഈ ക്ലോത്ത് ക്ലിപ്പില്ലേ, നമ്മൾ സാധാരണ വീടുകളിൽ ക്ലോത്ത് ക്ലിപ്പ് വാങ്ങിച്ചിട്ട് ചെറിയൊരു ബേസിൻ വാങ്ങണം. എന്നിട്ട് കുട്ടി പുറത്തിരുത്തിയിട്ട് ബേസിന്റെ ഉള്ളിൽ നിറയെ ഈ ക്ലോത്ത് ക്ലിപ്പ് ഇടണം. എന്നിട്ട് ക്ലോത്ത് ക്ലിപ്പ് എടുത്തിട്ട് കുട്ടി ബേസിന്റെ സൈഡിൽ ഇങ്ങനെ റൗണ്ടിൽ ക്ലിപ്പ് ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ തിരിച്ചതിനെ അൺക്ലിപ്പും ചെയ്യണം. തിരിച്ച് ഊരി ബേസിനകത്തേക്ക് ക്ലിപ്പ് ഇടിക്കണം. ഈ ആക്ടിവിറ്റി ചെയ്യാം. അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പെക്കിംഗ് എന്തുവാണ് അതിന് പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ മോഡ്യൂൾ 3 ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് അതിനകത്ത് കാണും. കുറെ ഡെമോൺസ്ട്രേഷനും ആക്ടിവിറ്റീസും നമുക്ക് സ്കൂളിൽ കുട്ടികളെ കൊടുക്കാൻ പറ്റുന്നത്. മോഡ്യൂൾ 3ക്ക് എക്സാം ഇല്ല കേട്ടോ, അത് പ്രാക്ടിക്കലാണ്. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ ഇപ്പൊ നമ്മള് പാർട്ട് 3 ആയല്ലോ. പാർട്ട് 3 കുറച്ചങ്ങ് ചെല്ലുമ്പോഴേക്കും പ്രാക്ടിക്കൽ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് അക്കാദമിക് ഇയർ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിൽ പോകാത്തവർക്ക് പോവുകയും ചെയ്യാം. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ സ്പൂണിങ്, പെക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യിക്കാം. പിന്നെ ബീഡ്സ് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം. ലൂസ് ബീഡ്സ് ആകുമ്പോൾ കുട്ടികൾ മൂക്കിലും വായിലൊക്കെ ഇടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടെ ചെയ്യണം. പിന്നെ സൂചി നൂലും കോർക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ കുറച്ച് കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് കണ്ടെയ്നറിൽ നിന്ന് മറ്റൊരു കണ്ടെയ്നറിലേക്ക് ഒന്നുമില്ലെങ്കിൽ കൗണ്ട് ചെയ്ത് ഇടിയിക്കാം. കൗണ്ടിങ്ങും ഒക്കെ പഠിക്കുമല്ലോ. അങ്ങനെ കുറെ നമുക്ക് തന്നെ കുറെ ആക്ടിവിറ്റീസ്, ഐഡിയാസ് മനസ്സിൽ തോന്നും. ഇതാണ് അഡൾട്ടിന്റെയും കുട്ടിയുടെയും തമ്മിലുള്ള ആക്ടിവിറ്റീസിന്റെ ഡിഫറൻസ് പറഞ്ഞത്. പിങ്ക് ടവർ എല്ലാവർക്കും
ഫെമിലറൈസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അറിയാമോ? ഫെമിലിയർ ആണോ? എല്ലാവരും ചെയ്തു ടീച്ചർ. അവർ നന്നായിരുന്നു വർക്ക്. ഓക്കെ, വെരി ഗുഡ്. പിങ്ക് ടവറിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിങ്ക് ടവർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. 10 ക്യൂബ്സ് ആണുള്ളത് അല്ലെ. 10 ക്യൂബും അല്ലെ ഏറ്റവും വലിയ ക്യൂബിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ, ഏറ്റവും ചെറുത് 1 സെന്റിമീറ്റർ. അങ്ങനെ 1 സെന്റിമീറ്റർ ഡിഫറൻസിലാണ് ഈ 10 ക്യൂബ്സ്. ഇത് സ്റ്റാക്ക് ചെയ്ത് ടവർ പോലെ ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു ആക്ടിവിറ്റി. കുട്ടികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ 6-ാമത്തെയോ 7-ാമത്തെയോ 4-ാമത്തെയോ 5-ാമത്തെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാവും. അവരെന്നിട്ട് തിരിച്ചു വെക്കും. പല പാരന്റ്സും നമ്മുടെ കൂടെ ട്രെയിനീസ് പലരും ഈ പിങ്ക് ടവർ ചെയ്തിട്ട് കുട്ടികൾ അവരുടെ വീട്ടില് മക്കള് ഇത് ചെയ്യുന്നതും കൺട്രോൾ ഓഫ് എറർ അവർ തന്നെത്താനെ കണ്ടുപിടിക്കുന്നത്. അതായത് അവര് അറേഞ്ച് ചെയ്ത് വന്നപ്പോ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ഷേപ്പ് കാണുമ്പോൾ മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ അവരായിട്ട് തന്നെ അത് കറക്റ്റ് ചെയ്ത് വെക്കുന്നൊക്കെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു. വളരെ ലൗലി ആയിട്ട് തോന്നി. അപ്പൊ അവർ പറയാം പിങ്ക് ടവർ ഉണ്ടാക്കിയതിന്റെ പിന്നെ പേപ്പറിൽ ഉണ്ടാക്കിയവരൊക്കെ പിന്നെ വുഡിലൊക്കെ ചെയ്ത് തുടങ്ങി. ആ വെയിറ്റ് കൂടെ കുട്ടിക്ക് മനസ്സിലാകാനായിട്ട്. അപ്പൊ കറക്റ്റ് 10 സെന്റിമീറ്ററിന്റെ ക്യൂബ് അവരുടെ കുഞ്ഞ് 2 കൈ ഉപയോഗിച്ച് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആ ഒരു വെയിറ്റിന്റെ ഡിഫറൻസ് അവർക്ക് മനസ്സിലാവും. ചാർട്ട് പേപ്പർ ആവുമ്പോൾ നമുക്ക് വെയിറ്റ് മനസ്സിലാവില്ല, ബാക്കി ഷേപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ, കളറും ക്രൊമാറ്റിക് സെൻസും ഒക്കെ മനസ്സിലാവുള്ളൂ. വെയിറ്റും കൂടെ അറിയണമെങ്കിൽ ശരിക്കും വുഡൻ ക്യൂബ്സ് തന്നെ വേണം. അടുത്ത കാർപ്പൻറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യിക്കാം. നമുക്ക് എന്നിട്ട് അത് പെയിന്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ മോസ്റ്റ് പ്രോബബ്ലി ഇനിയിപ്പോ വിഷു കഴിയുമ്പോഴായിരിക്കും 15 ബാച്ചിന്റെയാണ് ഇനി നടത്താനുള്ളത്. 15 ബാച്ചിന്റെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് 16, അത് കഴിഞ്ഞിട്ടായിരിക്കും 17 വരെ. അപ്പൊ ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴേക്കും ജൂണിനുള്ളിൽ നമ്മളുടെ പ്രാക്ടിക്കൽ സെഷൻ കഴിയുമായിരിക്കും. ഇപ്പൊ അത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ ചെയ്യിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ തിയറി പാർട്ടാണ് ഇത്, മോണ്ടിസോറി മെത്തേഡിന്റെ. അപ്പൊ ആ തിയറി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ അങ്ങ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആവും. നമ്മളുടെ വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിക്കൊണ്ടിരുന്നോളൂ കേട്ടോ. അപ്പൊ വെക്കേഷൻ അല്ലേ. കാരണം പ്രാക്ടിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ 1 or 2 വീക്സ് ആകുമ്പോൾ തന്നെ ഇത് വൈവ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ രീതിയിൽ പ്ലാൻ ചെയ്തു. വൈവ് സമയത്ത് നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. അസൈൻമെന്റ്, റെക്കോർഡ്, മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറഞ്ഞതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവണം, കംപ്ലീറ്റ് ആവണം. കാരണം അതിനനുസരിച്ച് മാർക്ക് വരുള്ളൂ. അപ്പൊ ടീച്ചറെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഈ പ്രാക്ടിക്കൽ ടൈമിനാണോ നമ്മുടെ ഈ വർക്ക്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ, അതോ വൈവ ടൈമിനാണോ? വൈവ ടൈമിലാണ്. പിന്നെ പ്രാക്ടിക്കലിന് നേരിട്ട് വരുന്ന കുട്ടികൾ ചിലപ്പോ അതെല്ലാം വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നേരിട്ട് വരുമ്പോൾ ഓഫീസിലിരുന്ന് വൈവ അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് അങ്ങനെ നേരിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യാറുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് ഒന്നും. അപ്പൊ അതൊന്നും ക്യാരി ചെയ്ത് കൊണ്ടുവരണ്ട. അങ്ങനെ നേരിട്ട് അറ്റൻഡ് ചെയ്യുന്നവര് അതിന്റെ ഒരു മെറ്റീരിയൽസ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അതിന്റെ മുന്നിൽ നിന്നിട്ട് ഒരു പിക്ക് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. അല്ലാതെ ഓൺലൈനായിട്ട് വൈവ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ആ വൈവ് അറ്റൻഡ് ചെയ്യുന്ന നമുക്ക് നേരത്തെ സ്ലോട്ട് കിട്ടുമല്ലോ, സമയം കിട്ടുമല്ലോ. ഇപ്പൊ നേരത്തെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന റൂമില് ബെഡിലോ നിലത്തോ ടേബിളിലോ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച്, ചാർട്ടൊക്കെ ആണെങ്കിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഹാങ് ചെയ്ത് വെച്ചിട്ട് ആ വൈവ് ടൈമിൽ അതൊന്ന് പ്രസന്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹം കാണിച്ചു തരണം, നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. അത് തന്നെയാണ് ആ ഒരു അതിന്റെ ഒരു ഒതന്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ജെന്യുവിനിറ്റി അത് തന്നെയാണ്. നമുക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം അത്രയും എഫേർട്ട് എടുത്ത് നല്ല ഭംഗിയായിട്ടായിരിക്കും എല്ലാവരും ചെയ്തിട്ടുണ്ടാവുക, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ചിലരുടെ കൂടെ മക്കളും ഉണ്ടാവും കേട്ടോ വൈവയ്ക്ക്, അവരെല്ലാം കാണിച്ചു തരുന്നത്. ഇറ്റ്സ് വെരി ക്യൂട്ട്. മിസ്സേ, നമ്മൾ ചെയ്ത ഇതേ വർക്ക് തന്നെയാണോ നമ്മളോട് വൈവേന്റെ അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, നമ്മൾ എന്തൊക്കെയാ ചെയ്തേ എങ്ങനെയാണ് എന്നുള്ളത്? അതെ, വൈവയുടെ ആ ഒരു ഡിവിഷൻ തന്നിട്ടില്ലേ, പ്രാക്ടിക്കലിന്റെ ഒരു സ്പ്ലിറ്റപ്പ് തന്നിട്ടില്ലേ, ഒരു PDF തന്നിട്ടുണ്ട് മാം. ഞാൻ അതിന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ശരിക്കും ചോദിക്കുന്നത്. അതായത് മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ്, അതിനെ കുറിച്ച് നിങ്ങളിപ്പോ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ട് അല്ലെ, 5ാമത്തെ റെക്കോർഡ്. മിസ് അത് സ്റ്റാർട്ട് ചെയ്തില്ല. അതിന് മുൻപ് തന്ന 2 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതേ ഉള്ളൂ. അത് നമ്മുടെ പ്രാക്ടിക്കൽ സമയം ആകില്ലേ? കാരണം നിങ്ങളുടെ പ്രാക്ടിക്കൽ ഇപ്പൊ 17 ബാച്ച് അല്ലേ, 15 16 കഴിയുമ്പോഴല്ലോ മെയ് ഒക്കെ ആവുമ്പോഴേ, മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റിലേക്ക് ആവുമായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കല്. ആ സമയം ആവുമ്പോഴേക്കും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. കാരണം പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ റെക്കോർഡ് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ടീച്ചേഴ്സ് ഓർഡറിൽ ഓരോന്ന് പറയുമ്പോൾ. ആ 5th റെക്കോർഡിന്റെ പിക്ചർ മിസ് അയച്ചു തരാന്ന് പറഞ്ഞിട്ട് അത് മിസ് തന്നില്ലല്ലോ. 5th റെക്കോർഡിന്റെ പിക്ചർ നിങ്ങളുടെ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടാവുമല്ലോ. അതിന്റെ എഴുതിയ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ മിസ്സേ വന്നേ, പിക്ചർ ഞാൻ കണ്ടില്ലല്ലോ.
അല്ല മിസ്, കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോ മിസ് പറഞ്ഞു അതിന്റെ പിക്ചേഴ്സ് ഇട്ട് തരാം. ഇപ്പോ നമുക്ക് അത് എഴുതേണ്ട മാത്രമേ മിസ് ഇട്ട് തന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കാത്തയാണോ എന്ന് അറിയത്തില്ല മിസ്സേ, അറിയത്തില്ല. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു PDF വന്നിട്ടുണ്ടോ? ഒരു PDF ആയിരിക്കും, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ക്ലാസ് റൂമിൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു PDF കാണും, ഉണ്ടോ? MD മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പടങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരു 20 പിക്ചേഴ്സ് ഉള്ള ഒരു PDF ഉണ്ട്. അതന്നെ അതന്നെ. ആ ഓരോ പിക്ചേഴ്സിനകത്തും ടൈറ്റിൽ പേരും കൊടുത്തിട്ടില്ലേ ഐഷ? പിങ്ക് ടവർ, ജോമെട്രിക്കൽ സോളിഡ്സ്, അങ്ങനെയാണോ മിസ്സേ? അതെ അതെ. അപ്പൊ ആദ്യം ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ആദ്യം എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ മെറ്റീരിയലിനെ കുറിച്ച് എഴുതിയതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡിൽ ആ പിക്ചർ നോക്കിയിട്ട് അത് ഒട്ടിച്ചു വെക്കുക. അപ്പൊ പിക്ചർ, ഓരോ പിക്ചറും വലിയൊരു A4 പ്രിന്റ് എടുക്കരുത്. ചിലപ്പോൾ 4 പിക്ചേഴ്സ് ഒരുമിച്ച് ഒരു A4 ആക്കിയിട്ട് പ്രിന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പ്രിന്റിന്റെ ആവശ്യം വരില്ല. എന്നിട്ട് ആ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ചിലപ്പോൾ 2 എണ്ണം വരും. പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയർസും വന്നിട്ടുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ പിങ്ക് ടവറിന്റെ ബ്രൗൺ സ്റ്റെയറിന്റെ പിക്ചർ ഒട്ടിക്കുക. ആ ഒരു രീതിയിൽ ചില പിക്ചേഴ്സ് ഒക്കെ 4ഉം 5ഉം കൂടെ ഒറ്റ A4 നമുക്ക് ആക്കിയിട്ട് പ്രിന്റ് എടുക്കുവാണെങ്കിൽ അത്രയും പ്രിന്റിന്റെ ആവശ്യമല്ലേ വരുള്ളൂ. പിന്നെ കളർ ആണെങ്കിൽ നന്നായിരിക്കും, കാരണം പിങ്ക് ടവർ ഒക്കെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് കളർ പ്രിന്റ് ഔട്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നമ്മൾക്ക് അവൈലബിൾ ആയിട്ട് ഒരു 25ഓളം, ഒരു സെക്കൻഡ്, ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ഒരു പിക്ചറിനെ മുഴുവനും ഒരു A4 സൈസ് അത്രയും വലിപ്പത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. കാരണം നമ്മൾ ചിലപ്പോൾ റൈറ്റ് സൈഡിൽ ചിലപ്പോൾ 3 എണ്ണത്തിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നോക്കി പിക്ചർ അതിനനുസരിച്ച് ഒരു സോർട്ട് ചെയ്തിട്ട് പ്രിന്റ് എടുത്താൽ മതി. ചില DTP സെന്ററിലൊക്കെ ഒക്കെയാണ് നിങ്ങൾ പ്രിന്റ് എടുക്കുന്നതെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് അത് ചെറുതാക്കി അത് ആ ഒറ്റ ഫോൾഡർ ആക്കിയിട്ട് ഒരു പ്രിന്റ് എടുക്കും. അപ്പൊ ഒരു 3ഓ 4ഓ പ്രിന്റ് കൊണ്ട് തന്നെ നമുക്ക് കാര്യം കഴിയാം. അത്ര കോസ്റ്റ് നമുക്ക് വരില്ലല്ലോ. അതുകൊണ്ട് ആദ്യം എഴുതിയിട്ട് പ്രിന്റ് എടുക്കുക. എഴുതിയിട്ട് നോക്കുക. ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിംഗ് ഓരോ രീതിയിലായിരിക്കുമല്ലോ വലിപ്പം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾക്ക് ഒരു സൈഡിൽ എത്ര മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ എഴുതി വെച്ചു, അതിനനുസരിച്ച് നമ്മൾ പ്രിന്റ് എടുത്താൽ മതി, പ്രിന്റ് ആക്കി എടുത്താൽ മതി. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്തപ്പോ ഒരു പേജ്, ഇപ്പൊ പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും ആണെങ്കിൽ ഒരു A4 ആ പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും വരുന്ന രീതിയിൽ എടുക്കുക. കാരണം അത്രയും വലിപ്പം നമുക്ക് വേണം. പിങ്ക് ടവറിനും ബ്രൗൺ സ്റ്റെയറിനുമാണ് കുറച്ച് വലിപ്പം കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ വരുന്നത്. അത് രണ്ടും ഒറ്റ ഇതിലാക്കിയിട്ട് ഒട്ടിക്കുക. പിന്നെ നമ്മുടെ സിലിണ്ടേഴ്സ് ഉണ്ടാവും, അതായത് നോബ്ഡ് സിലിണ്ടേഴ്സ് 4 ടൈപ്പ് ഉണ്ട്, നോബ്ലെസ് 4 ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു പേജിൽ ഒരു A4 മതിയാവും. അങ്ങനെ നോക്കൂ, പിക്ചേഴ്സ് നോക്കി നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ വലിപ്പം നോക്കിയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പ്രിന്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും. ഓക്കെ ഓക്കെ. പിന്നെ പ്രാക്ടിക്കൽ ആകാറാകുമ്പോൾ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് എഴുതുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. ഡോക്ടർ മോണ്ടിസോറിയുടെ എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 5 ഏരിയയെ കുറിച്ചാണ് നിങ്ങൾ ഈ റെക്കോർഡ് ബുക്കിൽ എഴുതുന്നത്. അപ്പൊ കറക്റ്റ് ഓരോ ഏരിയയുടെയും ടൈറ്റിലും ആ ഏരിയയിൽ വരുന്ന സാധനങ്ങളുടെ മെറ്റീരിയൽസിന്റെ നമ്പറും അങ്ങനെയാണ് പോകുന്നത്. അതായത് ഇപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, അവിടെ നമുക്ക് 2 മെറ്റീരിയൽസേ വരുന്നുള്ളൂ. ഒന്ന് നമ്മൾ ചെയ്ത ഡ്രസ്സിംഗ് ഫ്രെയിമും, പിന്നെ ഒരെണ്ണം മാറ്റ് അല്ലേ, റഗ് മാറ്റ്. ഇത് രണ്ടുമാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്, ഒന്നാമത്തെ ഏരിയയില്. സെൻസോറിയൽ ഏരിയ വരുമ്പോൾ അവിടെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. കളർ ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ ടച്ച് ടാബ്ലറ്റ്സ്, ടച്ച് ബോർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ മെറ്റീരിയൽസ് ഉണ്ട്. നെക്സ്റ്റ് ഫ്രഷ് പേജിൽ വേണം 2ാമത്തെ ഏരിയ സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് സെൻസോറിയൽ ഏരിയ, 2ാമത്തെ ഏരിയ. പിന്നെ അതിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാം കണ്ടിന്യൂസ് എഴുതാം. ആ ഏരിയയിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫ്രഷ് പേജിലായിരിക്കണം 3ാമത്തെ ഏരിയ വരേണ്ടത്. അത് ലാംഗ്വേജ് ഏരിയ ആണെങ്കിൽ ലാംഗ്വേജ് ഏരിയ, ലാംഗ്വേജ് ഏരിയയിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. അത് കഴിഞ്ഞ് 4ാമത്തെ ഏരിയയായ മാത്തമാറ്റിക്കൽ ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാം കണ്ടിന്യൂസ് എഴുതും. 5ാമത്തെ ഏരിയയാണ് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. അതിൽ വരുന്നതെല്ലാം അതിൽ എഴുതി വയ്ക്കാം. നമുക്ക് ആദ്യം പറഞ്ഞ 4 ഏരിയയിലുള്ള മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. എല്ലാ മെയിൻ മെറ്റീരിയൽസും വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 25ഓളം മെറ്റീരിയൽസ് ഉണ്ട്. ലാസ്റ്റ് പറഞ്ഞ സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയിലെ മെറ്റീരിയൽസ് വാങ്ങാത്തതിന് കാരണം അതിൽ യൂസ് ചെയ്യുന്നത് മോഡൽസും ചാർട്ടും പിക്ചേഴ്സും എല്ലാം ആണ്. അതായത് ഗ്ലോബ്,
മാപ്പ്, അറ്റ്ലസ്, ക്ലോക്ക്, പിന്നെ സോളാർ സിസ്റ്റത്തിന്റെ മോഡൽ അല്ലെങ്കിൽ അതിന്റെ പിക്ചർ, പിന്നെ മ്യൂസിക്കൽ ഏരിയയിലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇതൊരു സ്കൂളിൽ ആവശ്യമുള്ളൂ, ഒരു മോണ്ടിസോറി സ്കൂളിൽ നമ്മളത് മനസ്സിലാക്കിയാൽ മതി ആ ഏരിയയിൽ എന്തൊക്കെയുണ്ട്. പിന്നെ ഗാർഡൻ, ചെടി നടുന്ന സ്ഥലം, പിന്നെ പെറ്റ്സ്, ചെറുതായിട്ട് മീൻ, പിന്നെ ചിലടത്ത് ഡോഗ് ഉണ്ടാകും, ക്യാറ്റ് ഉണ്ടാകും, ബേർഡ്സ് ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ളതാണ് സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയ വരുന്നത്. പിന്നെ വെള്ളത്തിൽ കളിക്കാൻ, മണ്ണിൽ കളിക്കാൻ, ചെടി നടാൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അത് നമ്മളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന്റെ ആവശ്യമില്ല. നമ്മളത് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ക്ലോക്ക് ഒക്കെ വേണമെങ്കിൽ വരച്ചു വെക്കാം നിങ്ങൾക്ക്. പിന്നെ ഗ്ലോബിന്റെ ഒക്കെ ഫോട്ടോ വേണമെങ്കിൽ വെക്കാം. ഇറ്റ്സ് അപ് ടു യു. ഇത്രയും കാര്യങ്ങളാണ്. അതിന് ഈ പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തരും. മോഡ്യൂൾ 3യുടെ ബ്രീഫിങ്ങും തരും. പിന്നെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഡെമോ ക്ലാസ് പ്രാക്ടിക്കൽസിന്റെ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരിട്ട് നമുക്ക് ഓഫീസിൽ വന്ന് ഈ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തോളൂ. കാരണം എപ്പോഴും നമ്മൾ ഡോക്ടർ മോണ്ടിസോറി കൈകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളത് കണ്ടാൽ മാത്രം പോരാ, നമ്മളൊന്ന് ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ക്ലാരിറ്റി കിട്ടുള്ളൂ. വരാൻ പറ്റാത്തവരുണ്ടാകും, അത്രയും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. സാരമില്ല, ഡെമോ ക്ലാസ് അതുപോലെ നല്ല രീതിയിൽ തന്നെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ നിങ്ങളുടെ വരുന്ന ഫ്രണ്ട്സ് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. നല്ല വീഡിയോസ് എടുക്കണം. ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പോഴേക്കും നല്ലൊരു ഐഡിയ കിട്ടും. പറ്റിയാൽ അടുത്തെങ്ങാനും ഒരു മോണ്ടിസോറി സ്കൂൾ ഉണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. അവരോട് പെർമിഷൻ ചോദിച്ച് ഒന്ന് വിസിറ്റ് ചെയ്യാം. അവർ പെർമിറ്റ് ചെയ്യാതിരിക്കില്ല. ഓക്കെ ദെൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ നെക്സ്റ്റ് പാർട്ടാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു. അതാണ് അതിന്റെ ഒരു ചുരുക്കം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ദെൻ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. താങ്ക് യു മിസ്. Thank you, miss. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. യെസ് മാത്രം കാണുന്ന ആരാ? പക്ഷെ അത് ഞാൻ ലാസ്റ്റ് കയറിയപ്പോ എസ് ആയി പോയതാ. ആണോ? അതിന്റെ ഇടയിൽ ഓഫീസിലായോണ്ടെന്ന് ഇറങ്ങിണ്ടായിരുന്നു. പേരെന്തായിരുന്നു? ശ്രുതി.